കാനഡയിലെ സുരക്ഷിതമായ IT ജോലി, ശോഭനമായ ഭാവി എല്ലാം കൈപ്പിടിയിലുണ്ടായിരുന്ന ഒരാൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഒരു കൊടും ക്രിമിനലായി മാറി? വെറും ഒരു കൊലപാതകമല്ലത്. മാസങ്ങളോളം പക മനസ്സിൽ സൂക്ഷിച്ച് ഇരയുടെ ഓരോ ശ്വാസവും നിരീക്ഷിച്ച് നടത്തിയ ഒരു വേട്ടയാടൽ. നമുക്കിന്ന് ഈ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഹൈദരാബാദിലെ വനസ്ഥലിപുരത്ത് IT ജീവനക്കാരിയായ 29-കാരി സുനിതയെ മുൻ ഭർത്താവ് മഹേഷ് ക്രൂരമായി കൊലപ്പെടുത്തി. തനിക്കെതിരെ നൽകിയ ഗാർഹിക പീഡന കേസ് കാരണം പാസ്പോർട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിലും കാനഡയിലുള്ള ജോലി നഷ്ടപ്പെട്ടതിലുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. 2022-ലായിരുന്നു ഇവരുടെ വിവാഹം. വലിയ സ്വപ്നങ്ങളുമായി ഇവർ കാനഡയിലേക്ക് പറന്നുവെങ്കിലും ആ ദാമ്പത്യത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. വഴക്കുകളും അസ്വാരസ്യങ്ങളും വർദ്ധിച്ചതോടെ യുവതി നാട്ടിലേക്ക് മടങ്ങി. അവർ നൽകിയ ഗാർഹിക പീഡന പരാതി അയാളുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിലേക്ക് നയിച്ചു. കാനഡയിലെ ജോലി നഷ്ടപ്പെട്ടതോടെ അയാളുടെ ജീവിതം തകിടം മറിഞ്ഞു. തന്റെ ഈ തകർച്ചയ്ക്ക് കാരണം മുൻ ഭാര്യയാണ് എന്നുള്ള ചിന്ത അയാളുടെ പക വർദ്ധിപ്പിച്ചു. ഈ പക പിന്നീട് ക്രൂരമായ ഒരു പ്ലാനിങ്ങിലേക്ക് നീങ്ങി. സോഷ്യൽ മീഡിയയിലൂടെ അവളെ പിന്തുടർന്ന് അയാൾ അവളുടെ താമസ സ്ഥലമായ ഹൈദരാബാദിലെത്തി. ഇതൊരു കൊലപാതകം മാത്രമായിരുന്നില്ല, ഇതൊരു സൈക്കോപാത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച ക്രൂരത കൂടിയായിരുന്നു. പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ച സുനിത അന്ന് 3 മാസം ഗർഭിണിയായിരുന്നു. അവളുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറിയ അയാൾ അകത്തു നിന്നും വാതിലുകൾ പൂട്ടി. നിലവിളികൾ കേൾക്കാതിരിക്കാൻ ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിപ്പിച്ചതായി സംശയിക്കുന്നു. ക്രൂരമായി കുത്തിവീഴ്ത്തിയ ശേഷം ബാത്റൂമിൽ ഒളിച്ച അയാൾ പോലീസിനെ പോലും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെട്ടു. ഒടുവിൽ അതിസാഹസികമായിട്ടാണ് ഹൈദരാബാദ് പോലീസ് അയാളെ പിടികൂടിയത്. ഈ കേസിൽ പ്രതിക്കെതിരെ ചുമത്താൻ സാധ്യതയുള്ള പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 103 മർഡർ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമായതിനാൽ പരമാവധി ശിക്ഷ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആയിരിക്കും. സെക്ഷൻ 311 സ്റ്റോക്കിംഗ് മാസങ്ങളോളം സോഷ്യൽ മീഡിയയിലൂടെ നിരീക്ഷിച്ചതിന് ഈ സെക്ഷൻ ബാധകമാണ്. സെക്ഷൻ 331 ഹൗസ് ട്രസ്പാസ് അനുവാദമില്ലാതെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയതിന്. ഈ കേസിൽ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണം ആയതുകൊണ്ട് ഗൗരവമേറിയ വകുപ്പുകൾ ചേർക്കാം. സോ സെക്ഷൻ 111 ഓർഗനൈസ്ഡ് ക്രൈം ഓർ ടെററിസ്റ്റ് ആക്ട്. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. ഒരു നിമിഷത്തെ പകയും വൈരാഗ്യവും തകർത്തത് 2 ജീവനുകളാണ്. സൈബർ സ്റ്റോക്കിങ്ങും മുൻ ഭർത്താക്കന്മാരുടെ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഈ മരണം നമുക്ക് മുന്നിൽ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.